ട്രിക്കാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഫോണുകളുടെ ലൈവ് കൺട്രോളിനും ബാക്കി കീബോർഡ്. അപ്പോൾ Yamaha PSR S സീരീസിൽ 670 തൊട്ട് ഇതിന് നമുക്ക് നിരവധിയായ ഓപ്ഷൻസ് നമുക്ക് 770, 970, അതിനുശേഷം വന്ന 775, 975 ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ അസൈനബിൾ നോബുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് F എന്നുള്ള ബട്ടണിൽ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഓൾ റീസെറ്റ് എന്നുള്ള. ഹലോ ഫ്രണ്ട്സ്, കീറ്റിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത് എന്നായിരിക്കും അല്ലെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കോർഗിന്റെ ഒരു ട്രിക്ക് തന്നെയാണ് കണ്ടത്. അപ്പോൾ കോർഗിന്റെ ടോൺ എഡിറ്റിങ്ങിന്റെ ചെറിയൊരു വശം നമ്മൾ പഠിച്ചു വെച്ചു. ഇനി ബാക്കിയുള്ള വശങ്ങൾ വരുന്നതാണ്. ചെറിയൊരു സാവകാശം വേണം, എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യമഹക്കാർ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് രണ്ടാഴ്ചയായിട്ട് യമഹക്കാർ വെയിറ്റിംഗിലാണ്. അപ്പൊ യമഹ കീബോർഡുകാർക്കുള്ള ഒരു ട്രിക്ക് തന്നെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ യമഹ 670, 770, അതിനുശേഷം വന്ന 775, 975, 970 തുടങ്ങിയ കീബോർഡുകളിലൊക്കെ തന്നെ 2 അസൈനബിൾ നോബുകൾ നൽകിയിട്ടുണ്ട്. ലൈവ് കൺട്രോൾ നോബുകൾസ് ആണ് അത് എഴുതിയിട്ടുള്ളത്. അത് ലൈവ് കൺട്രോൾ നോബുകൾ തന്നെയാണ്. പക്ഷെ നമുക്ക് നിരവധി ഓപ്ഷനുകളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ അസൈനബിൾ ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന 2 നോബുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കോർഗിൽ 2 അസൈനബിൾ നോബുകൾ ഉണ്ട്. അത് എങ്ങനെ അസൈൻ ചെയ്യാം, അതിന്റെ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കാണാത്തവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ മേലെ ഐക്കാർഡിലും വരും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇപ്പൊ കോർഗുകാർക്ക് ആ ഒരു അസൈനബിൾ നോബിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പൊ എന്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട്, കോർഗ് വീഡിയോസ്, PSRS വീഡിയോസ് എന്നുള്ള എന്റെ ചാനലിലെ പ്ലേ ലിസ്റ്റുകളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് അസൈനബിൾ നോബുകളാണ് കാണാൻ പോകുന്നത്. അപ്പൊ അസൈനബിൾ നോബുകൾ പറയുമ്പോൾ ഇന്ന് ഏറ്റവും അവസാനം നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടണമെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു ടിപ്പ് അവസാനം ഞാൻ പറയുന്നുണ്ട്. യമഹയുടെ തന്നെയാണ്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ ഇനി അധികം ഒന്നും പറഞ്ഞു തീർക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. യമഹ PSR S സീരീസിലെ 670 തൊട്ടുള്ള ഇങ്ങോട്ടുള്ള സീരീസിൽ 2 അസൈനബിൾ നോബുകൾ ലൈവ് കൺട്രോളിനായിട്ട് നൽകിയിട്ടുണ്ട്. ടോണുകളുടെ ലൈവ് കൺട്രോളിനും ബാക്കി കീബോർഡിന്റെ ലൈവ് കൺട്രോളിനായിട്ടാണ് ഈ 2 നോബുകൾ നൽകിയിരിക്കുന്നത്. ഇതിന് നമുക്ക് നിരവധിയായ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതിന് നേരെ മുകളിൽ തന്നെ ഒരു അസൈൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. മറ്റ് കീബോർഡുകളിൽ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ അത് നിങ്ങൾ നോക്കി ചെയ്യുക. ഇതിന് നേരെ മുകളിൽ നിങ്ങൾക്ക് അസൈൻ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ഈ അസൈൻ എന്നുള്ള ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുക. അസൈൻ എന്നുള്ള നോബ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് F എന്നുള്ള ബട്ടണിൽ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഓൾ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ അസൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ I എന്നുള്ള ബട്ടണുള്ള അസൈൻ എന്നുള്ള ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധി വോയിസിനോടനുബന്ധിച്ചതും അതുപോലെ ഒരുപാട് സെക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല, അത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബട്ടണിലാണെങ്കിൽ ഇവിടെയും ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയും ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പം ഞാനിവിടെ ഒരു സെക്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. ആദ്യത്തെ ഞാനിവിടെ മൈക്ക് ഗിറ്റാർ വോളിയമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ ബോർഡ് ഞാൻ ഓഡിയോ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ MP3 പ്ലെയർ അതിൻ്റെ സെക്ഷനാണ്. ഓഡിയോ വോളിയമായിട്ടും സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ഞാനൊന്ന് എക്സിറ്റ് അടിക്കുകയാണ്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നാമത്തെ നോബ് ഞാൻ തിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ കുഞ്ഞു ക്യാമറ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ നോബ് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈക്കിൻ്റെ വോളിയം. ഇത് നമ്മുടെ മൈക്ക് വോളിയമാണ്. മൈക്ക് വോളിയം കുറയുന്നതും കൂടുതലും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഡിയോ പ്ലെയറിലേക്ക് പോകാം. ഓഡിയോ പ്ലെയർ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഓഡിയോ പ്ലെയറിൽ ഞാൻ രണ്ടാമത്തെ നോബ് തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഡിയോ വോളിയം കുറയും കൂടുകയും ചെയ്യുന്നത് കാണാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അസൈൻ നോബുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു ഓപ്ഷൻ കൂടി എടുത്ത് കാണിക്കാം. അസൈൻ നോബിൾ ഞാനൊന്നും കൂടി പ്രസ് ചെയ്യുകയാണ്. ഞാൻ ഈ രണ്ടാമത്തെ വോളിയം എന്നുള്ളത് ഞാൻ ഓഡിയോ വോളിയമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് അസൈൻ ചെയ്യുകയാണ്. വേറെ ഞാനിവിടെ ഓക്സ് വോളിയം, തൊട്ടടുത്തുള്ള ഓക്സ് വോളിയമായിട്ട് സെലക്ട് ചെയ്തു. ഞാൻ എക്സിറ്റ് അടിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ എക്സിറ്റിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഓക്സിൻ്റെ വോളിയം. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഓക്സ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാനത് തിരിക്കുമ്പോൾ ഓക്സ് കൂടുന്നതും കുറയുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ അസൈൻ പ്രസ് ചെയ്തിട്ട് ഏത് സെക്ഷൻ ഈ അസൈൻ എടുക്കുകയാണെങ്കിൽ ഏത് സെക്ഷൻ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിരവധി ഓപ്ഷൻസ് കോർഗിനെ പോലെ തന്നെ, കോർഗിനെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതുപോലെ കോർഗിനെ പോലെ തന്നെ നിരവധിയായിട്ടുള്ള ഫങ്ഷൻസ്, നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഈ ലൈവ് കൺട്രോളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് സ്റ്റൈലിൻ്റെ വോളിയം ആണെങ്കിൽ ചെയ്യാം, സ്റ്റൈൽ ഫിൽറ്റർ, അതുപോലെ അതിൻ്റെ സെറ്റിങ്സ്, അതിൻ്റെ വെലോസിറ്റി, ഇഫക്റ്റുകൾ, അതൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. വോയിസിനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം വോയിസിന് ഒരുപാട് നമ്മുടെ നോബുകൾ, അതായത് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ്, മിഡി, വോളിയം, ഓക്സ്, അങ്ങനെ ഒരുപാട് വോളിയം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാറുണ്ട് ഇതുപോലത്തെ ഒരു മൈക്ക് ജാക്ക്, 3.5 മൈക്ക് ജാക്ക്. എന്തിനാണ്? നമ്മുടെ സ്പീക്കർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ അവിടെ മോണിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന കേൾക്കാം, ഒരു മൈക്കിൻ്റെ ജാക്ക് കിട്ടുമോ, എൻ്റെ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യാനായിരുന്നു എന്ന്. അപ്പോൾ പലപ്പോഴും പലരും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കർ, നമ്മുടെ കീബോർഡ് തന്നെ ഓഫ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധി ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഓരോരോ ക്ലാസ്സുകളിലും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. യൂട്ടിലിറ്റി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നോർമലി കോൺഫിഗർ 1-ലാണ് കിടക്കുക. ഇവിടെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇപ്പം നമുക്ക് വേണ്ടത് ഇവിടെ കോൺഫിഗർ 2 ആണ്. അത് ഞാൻ ടാബ് എന്നുള്ള ബട്ടണിൽ കോൺഫിഗർ 2 അടിക്കുകയാണ്. ഇവിടെ 2 അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്പീക്കർ ഹെഡ്ഫോൺ സോക്കറ്റ് എന്നുള്ളതാണ് നോർമലി ഡിഫോൾട്ടായിട്ട് കമ്പനി വരുമ്പോൾ കിടക്കുക. അപ്പോൾ നമ്മൾ ഹെഡ്ഫോൺ സോക്കറ്റ് കുത്തുമ്പോൾ നമ്മുടെ സ്പീക്കേഴ്സ് കട്ടാവുന്നതാണ്. ഇവിടെ അടുത്തൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ കുത്തി വെച്ചാലും നമ്മളുടെ വോളിയം കട്ടാവില്ല, നമ്മുടെ സ്പീക്കർ കട്ടാവില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഓഫ് ആണ്. ഓഫ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോളിയം വരില്ല, നമ്മുടെ സ്പീക്കർ പെർമനൻ്റ് ആയിട്ട് കട്ടായി കിടക്കുന്നതാണ്. അപ്പോൾ പലരും എൻ്റെ കീബോർഡ് ഈ ഒരു ഓപ്ഷനിൽ ഓഫായി പോയിട്ട് എൻ്റെ കീബോർഡ് പോയി എന്നൊക്കെ പറഞ്ഞ് പലരും കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഫംഗ്ഷനിൽ, യൂട്ടിലിറ്റിയിൽ, സെക്കൻഡിലാണ് ഇത് കിടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും നിങ്ങളിലേക്ക് വരുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടി താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. പിന്നീട് വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ വീഡിയോകൾ നേരിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാതെ യൂട്യൂബിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബിന്റെ കാര്യം മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ ഇടേണ്ടതാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ ഇറ്റ്സ് മീ സുനു സൈനിങ് ഓഫ്. ബൈ.